ഒഡീഷയിൽ ബി.ജെ.പി. സർക്കാർ അധികാരത്തിലെത്തിയതിനു പിന്നാലെ ഉയരുന്ന ഭരണപരാജയങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഗുരുതരമായി മാറുന്നത് കർഷക പ്രതിസന്ധിയും ക്രമസമാധാന തകർച്ചയുമാണ്. ഇതിനെതിരെയാണ് ബിജു ജനതാദൾ സംസ്ഥാന വ്യാപക സമരത്തിനായി ഒരുങ്ങുന്നത്. എന്നാൽ ഈ സമരം ഒരു സംസ്ഥാന രാഷ്ട്രീയ സംഭവമായി മാത്രം ചുരുങ്ങുന്നില്ല. ഇന്ത്യ മുന്നണി ഉയർത്തുന്ന കേന്ദ്ര സംസ്ഥാന ഭരണവിരുദ്ധ ആരോപണങ്ങളുടെ ഭാഗമായാണ് ഒഡീഷയിലെ പ്രതിഷേധം ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രാധാന്യമാകുന്നത്. ബി.ജെ.ഡി. ഉന്നയിക്കുന്ന മുഖ്യ ആരോപണം നെല്ല് സംഭരണ സംവിധാനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വർഷം സർക്കാർ തീരുമാനിച്ചിരുന്നത് 73 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിക്കാം എന്നതായിരുന്നു. എന്നാൽ ഇതുവരെ സംഭരിച്ചത് വെറും 25 മെട്രിക് ടൺ മാത്രമാണ്. ഇത് കണക്കിലെ മാത്രം വീഴ്ചയല്ല, കർഷകരുടെ വരുമാനവും ജീവിത സുരക്ഷയും തകർക്കുന്ന ഭരണപരാജയമാണ്. സംഭരണ കേന്ദ്രങ്ങളിൽ ദിവസങ്ങളോളം കാത്തുനിൽക്കുന്ന കർഷകർ ഒടുവിൽ നെല്ല് വിറ്റഴിക്കാനാകാതെ മടങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇത് ബി.ജെ.പി. സർക്കാരിന്റെ വികസന വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരം തുറന്നുകാട്ടുന്നതാണ്. കേന്ദ്രത്തിൽ മോദി സർക്കാർ നടപ്പാക്കുന്ന കർഷക വിരുദ്ധ നയങ്ങൾ, മിനിമം താങ്ങുവിലയിൽ ഉറപ്പു നൽകാത്ത സമീപനം, കാർഷിക വിപണിയിലെ കോർപ്പറേറ്റ് ആധിപത്യം, കർഷക സമരങ്ങളെ അവഗണിക്കുന്ന ഒരു മനോഭാവം, ഇതിന്റെയൊക്കെ പ്രതിഫലനമാണ് ഇന്ന് ഒഡീഷയിൽ കാണുന്നത്. കേന്ദ്രവും സംസ്ഥാനവും ഒരേ പാർട്ടിയായിട്ടും കർഷകർ ദുരിതത്തിൽ കഴിയുന്നത് ഡബിൾ എഞ്ചിൻ ഭരണത്തിന്റെ പരാജയത്തിന്റെ തെളിവാണ്. ഒഡീഷയിൽ ബി.ജെ.പി. അധികാരത്തിലെത്തിയതോടെ ക്രമസമാധാന നിലയും അതീവ ഗുരുതരമായി തകർന്നു എന്നതാണ് ആരോപണം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. സ്ത്രീകൾക്കും ദളിത് ആദിവാസി സമൂഹങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഉയരുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കേണ്ട സർക്കാർ വെറും പ്രചരണ രാഷ്ട്രീയത്തിൽ മാത്രം മുഴുകിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി നിരന്തരം ഉന്നയിക്കുന്ന ആരോപണം ഇതാണ്. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണം പിറകോട്ടും അതേസമയം അവരുടെ പ്രചരണം മുന്നോട്ടുമാണ്. നവീൻ പട്നായിക് നേതൃത്വം നൽകിയ മുൻ ഭരണകാലത്ത് ഒഡീഷയിലെ നെല്ല് സംഭരണ സംവിധാനം രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു അവസ്ഥയുണ്ടായിരുന്നു. കർഷകർക്ക് സമയബന്ധിതമായി പണം ലഭിച്ചിരുന്നു. കേന്ദ്ര സംഭരണ കേന്ദ്രങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം തകർന്നു വീഴുകയാണ്. ഭരണപരിചയമില്ലാത്തതും കർഷക വിഷയങ്ങളിൽ അനാസക്തിയുള്ളതുമായ ബി.ജെ.പി. സർക്കാരിന്റെ യഥാർത്ഥ മുഖമാണ് ഇന്ന് ബി.ജെ.ഡിയും ഇന്ത്യ മുന്നണിയും ഒരേ സ്വരത്തിൽ തുറന്നു കാട്ടുന്നത്. ഒഡീഷയിലെ കർഷക പ്രതിസന്ധി ഫെഡറൽ പരാജയത്തിന്റെ ഉദാഹരണമാണെന്ന് മുന്നണി നേതാക്കൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. ബി.ജെ.ഡി. ആരംഭിക്കുന്ന സംസ്ഥാന വ്യാപക സമരം ഇന്ത്യ മുന്നണിയുടെ വിശാലമായ ഭരണവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമാവുകയാണ്. ബി.ജെ.പി. സർക്കാർ നിരന്തരം പറയുന്ന വികസിത ഇന്ത്യ എന്ന മുദ്രാവാക്യം ഒഡീഷയിലെ വയലുകളിൽ ഇന്ന് വിശപ്പിന്റെയും അനിശ്ചിതത്വത്തിന്റെയും ശബ്ദമായി മാറുകയാണ്.